ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതിയുടെ അനിയത്തി ദേവു അവൾ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവർ ആ സന്തോഷമൊക്കെ പങ്കുവെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ദേവുവിൻ്റെ കൂടെ രേവതി ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ അവിടെ രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് അവിടെ ജോലി നോക്കാൻ പോകുന്നത്. ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വെച്ചിട്ട് രേവതി ദേവുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ഈ ഇൻ്റർവ്യൂവിന് പോകണോ? നിനക്കിപ്പോൾ ജോലി ആവശ്യമുണ്ടോ? നിന്നെ ഇനിയും പഠിപ്പിക്കാടി, നിന്നെ പഠിപ്പിക്കാൻ നിൻ്റെ ഏട്ടൻ തയ്യാറാണ്, സച്ചേട്ടൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി, ഇനി എന്തായാലും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായല്ലോ, നമ്മുടെ വീട്ടിലൊരു ആശ്വാസമാകും, പിന്നെ അമ്മയെയും അനിയനെയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നാൽ ശരി എന്നും പറഞ്ഞാൽ അവരങ്ങനെ ഇൻ്റർവ്യൂവിന് പോവുകയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ. പക്ഷേ അതേ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടി വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിക്ക് ആകെ പേടിയായിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ തനിക്കൊരു അമ്മയാകണം, രണ്ടാമത് അതായത് ശ്രുതിയുടെ കുഞ്ഞിൻ്റെ അമ്മയാകണം, ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോകും. തൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും, പിന്നെ തനിക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് ശ്രുതിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷം ആവാറായി കല്യാണം കഴിഞ്ഞിട്ടും എന്നിട്ടും അവർക്കിടയിൽ ഒരു കുഞ്ഞ് വരാത്തതിലുള്ള വിഷമം അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുകയാണ്. അങ്ങനെ അവൾ ഡോക്ടറെ കാണുന്നുണ്ട്, ചെക്കപ്പൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന് എന്തെങ്കിലും പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, കോംപ്ലിക്കേഷൻ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. നോർമൽ ഡെലിവറി ആയിരുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പ്രസവമൊക്കെ കഴിയും, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ എന്താ ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നും കാണുന്നില്ല, എന്തായാലും ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് ഫാമിലി മാറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഫാമിലിയിൽ ടെൻഷനില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്, അതുകൊണ്ട് അതധികം എടുത്ത് തലയിലോട്ട് വെക്കേണ്ട, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ കൺസീവ് ആവാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ടെൻഷനൊക്കെ മാറി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കുഴപ്പവും കാണാനില്ല എന്ന് ഡോക്ടർ ഇങ്ങനെ ശ്രുതിയോട് പറയുകയാണ്. അപ്പം ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയും ഇവരും തമ്മിൽ തീരെ കാണുന്നില്ലല്ലോ, അകലെ ആയിട്ട് ഇവർ പരസ്പരം ഉണ്ടെങ്കിലും പക്ഷെ രണ്ടു കൂട്ടരും തമ്മിൽ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ദേവുവിന് ഇൻ്റർവ്യൂവിന് ഒരു റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാണ്. അതേ സമയത്ത് രേവതി ആണെങ്കിൽ പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് രേവതിക്ക് ഒരു കോള് വരുന്നുണ്ട് ഫോണിൽ. അപ്പോൾ വിളിക്കുന്നത് അവളുടെ പൂ കെട്ടുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, രേവതി നീ എവിടെയാണ്? ഒരു 50 പൂ കെട്ടാനുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഇത്രയും വേഗം ഇപ്പം തന്നെ കെട്ടി തുടങ്ങിയാലേ നമുക്കത് സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ 1-2 പേരെ വിളിച്ചപ്പോൾ അവർ പൂ കെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്, അവർക്ക് ഒഴിവില്ല, നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയോട്. അപ്പോൾ രേവതി പറയണം, അയ്യോ അങ്ങനെയാണോ ചേച്ചി, ഞാൻ ദേവുവിനെയും കൊണ്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെ വന്നിരിക്കുകയാണ്, അപ്പോൾ അവളുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ദേവു ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന് പുറത്തേക്ക്. അങ്ങനെ ദേവുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ, എന്തായി എന്ന് ടെൻഷനോടുകൂടി ചോദിക്കുമ്പം ചേച്ചി ടെൻഷൻ അടിക്കല്ലേ, ഇൻ്റർവ്യൂ ഒക്കെ നന്നായിരുന്നു, അപ്പോൾ ജോലി കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അത് പറയാറായിട്ടില്ല, അവരെന്നോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അവർക്ക് ഇനി എന്തായാലും ഒരു മീറ്റിങ്ങും കാര്യങ്ങളുണ്ട്, അതിലഞ്ഞ് തീരുമാനിച്ചിട്ട് എന്നെ എടുക്കുള്ളൂ, എന്തായാലും കിട്ടും ചേച്ചി, സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ ദേവു അങ്ങനെ നമ്മുടെ രേവതിയോട് പറയാണ്. അപ്പോൾ ഇനിയും സമയം എടുക്കുമോ മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അറിയില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ മോളെ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് പൂവിൻ്റെ, അപ്പോൾ അവിടെ ചെല്ലാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്ത് പൊക്കോ, ഞാനിവിടെ നിന്നോളാം, മോളെ ഒറ്റയ്ക്കാക്കി പോകണ്ടേ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ ചേച്ചി, ധൈര്യമായിട്ട് പോയിട്ട് വാ, നമുക്ക് വല്ലപ്പോഴല്ലേ ഈ വലിയ ഓർഡറൊക്കെ കിട്ടുക, അത് കളയണ്ട ചേച്ചി പൊക്കോ എന്ന് പറയാണ്. ഞാൻ പോകട്ടെ, മോൾ എന്തായാലും റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയണം. അപ്പം ശരി ചേച്ചി എന്നും പറഞ്ഞിട്ട് രേവതി ദേവുവിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അങ്ങനെ അവൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ രേവതി ആ ചേച്ചിയോട് പറയുന്നുണ്ട്, ദേവുവിൻ്റെ എന്തായാവോ ഇൻ്റർവ്യൂ, എൻ്റെ മോൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയാണ് എൻ്റെ ജീവിതം, കുടുംബം രക്ഷപ്പെടും, പിന്നെ അവനും കൂടിയിട്ട് ശരത്തിനും കൂടി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ സമാധാനപരമാവും ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവ് വിളിക്കുന്നുണ്ട് ഫോൺ. അപ്പോൾ ദേവ് ആണെങ്കിൽ നമ്മുടെ ശ്രുതിയെ ആ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവർ തമ്മിൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും അവൾക്ക് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രേവതിയെ ദേവ് വിളിക്കുകയാണ്, ചേച്ചി ജോലി കിട്ടി എന്ന് ഒരുപാട് സന്തോഷമാകാണ് നമ്മുടെ രേവതിക്ക്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോളെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടൊന്ന്, എനിക്ക് ഇനി ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല മോള്, എൻ്റെ ഒരു ഇത് തന്നെയാണെന്ന് അനുഗ്രഹം ഉണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഗ്രഹിച്ചൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് മോൾ അമ്മയോട് വിളിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ചേച്ചിയെന്ന് വേഗം തന്നെ അമ്മയോട് വിളിച്ച് പറ, അമ്മയ്ക്ക് അതിൽ വലിയ സന്തോഷമായിരിക്കുമെന്ന് പറയാണ്. അപ്പം ശരി ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവൾ വിളിച്ച് പറയുകയാണ്. അപ്പം അതേ സമയത്താണെങ്കിൽ ഈ പറയുന്നുണ്ട്, ഞാനിവിടെ ഇവളെ ശ്രുതിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടായിരുന്നു ചേച്ചി എന്ന് പറയാണ്, ഈ ഹോസ്പിറ്റലിൽ വെച്ച്. ശ്രുതിയോ അവളെന്തിനാ അവിടെ എന്ന് അതറിയില്ല ചേച്ചി, ഇവിടെ വന്നത് എന്തെങ്കിലും കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഗർഭിണി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ചേച്ചി ഇവിടേക്ക് വരാം, എനിക്കറിയില്ല, ഞാൻ എന്തായാലും സംസാരിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതി ഉറപ്പിക്കുന്നുണ്ട് ശ്രുതി ഗർഭിണിയാണ്, അതുകൊണ്ടാണ് അവിടേക്ക് വന്നത് എന്നുള്ള കാര്യം നമ്മുടെ രേവതി അങ്ങ് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം രാത്രി എല്ലാവർക്കും അവൾ മധുരമൊക്കെ വിളമ്പുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മധുരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ധാരണ ഈ പറയുന്ന ദേവുവിന് ജോലി കിട്ടിയതിൻ്റെ കാര്യത്തിലാണെന്നാണ്. അപ്പോൾ ചന്ദ്ര വഴക്ക് പറയുന്നുണ്ട്, വല്ലവർക്കും ജോലി കിട്ടിയതിന് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നാലും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ വഴക്ക് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതി പറയണം, അതുകൊണ്ട് മാത്രമല്ല ശ്രുതിയുടെ ഒരു സന്തോഷ വർത്താനം കൂടി ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ശ്രുതിക്ക് എന്ത് സന്തോഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി തന്നെ ഞെട്ടിപ്പോവുകയാണ്. ശ്രുതി അമ്മയാവാൻ പോകുകയല്ലേ എന്നിങ്ങനെ രേവതി പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അമ്മയാവാൻ പോകുന്നു എന്നിങ്ങനെ ചോദിച്ച് നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ബാക്കി എന്താവുന്ന അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.